ദൈവത്തിന്റെ ദിവസനാമം വാഴ്ത്തുവിടുമാറാകട്ടെ. കർത്താൽ പ്രിയമുള്ള എന്നെ സേവിക്കുന്ന ദൈവമക്കളെ, വിശ്വാസികളെ, അനുഗ്രഹപ്രദമായ ഈ നല്ല ദിവസത്തിനായി ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. സന്തോഷകരമായ ഒരു ക്രിസ്മസ് നമ്മൾ ആചരിക്കാൻ പോകുന്നു. ഇതിലും വളരെയധികം ആകാംക്ഷപൂർണ്ണമായിട്ട് ആ ക്രിസ്മസിനെ കൊണ്ടാടുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് എങ്ങനെ ദൈവത്തിന് നന്ദി കൊടുക്കാം, എങ്ങനെ ദൈവത്തിന് നന്ദി കരറ്റാം എന്നുള്ളതായ പെട്ടപ്പാടിൽ ലോകത്തിലെ സർവ്വ മനുഷ്യരും അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഒരു പ്രത്യേക സന്തോഷം, ഒരു പുതിയ വർഷം കൂടെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോകുകയാണ്. ന്യൂ ഇയറിന്റെ ആ പുതുമ നഷ്ടപ്പെടാതെ വണ്ണം ഏതെല്ലാം രീതിയിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാമോ, ആ നന്ദിയുടെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തിന്റെ ആരംഭം മുതൽ 2024 ഈ അവസാന സമയം വരെയുള്ളതായ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ന പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എത്രയോ അതിശയകരമായി സർവശക്തനാ ദൈവം നമ്മെ സൂക്ഷിച്ചു, പരിപാലിച്ചു. നമ്മുടെ ആത്മീയവും ഭൗതികമാകുന്ന ജീവിതത്തിൽ ദൈവത്തിന്റെ പങ്ക് വളരെയാണ്. പൂർണ്ണമായും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരുതലും ഈ ഒരു വർഷം നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത രീതിയിൽ ദൈവത്തിന്റെ കരുതൽ നമ്മളോട് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പാകെ ഇരിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന് സൂക്ഷിപ്പ് നമ്മളോട് ഇല്ലായിരുന്നെങ്കിലോ നാം ഈ ലോകത്തിൽ കാണത്തില്ലായിരുന്നു. സമശിഷ്ടങ്ങളായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യൻ ലോകത്ത് നിന്ന് ഫലപ്രദമാകുന്ന രീതിയിൽ അപകടങ്ങളാലും വെള്ളപ്പൊക്കത്താലും പകർച്ചവ്യാധികളാലും ഉരുൾപൊട്ടലാലും ഈ വർഷം കടന്നുപോയി. അതിന്റെ എല്ലാത്തിന്റെയും നടുവിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സൂക്ഷിച്ചു. നമ്മെന്ന് പറയുമ്പോൾ എൻ്റെ ഈ പ്രസംഗത്തിന് ശ്രവിക്കുന്ന എല്ലാവരെയും മാത്രമല്ല, സഭയായിട്ട്, നമ്മുടെ മഹാടയായിട്ട്, ഭദ്രാസനമായി, സമൂഹത്തിലോ രാഷ്ട്രമായി എല്ലാം ദൈവം നമ്മെ സൂക്ഷിച്ചത് ദൈവത്തിന്റെ കരുതലോ നമ്മോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പ്രധാന തെളിവാണ്. പുതുവർഷത്തെ സ്വീകരിക്കാൻ പോകുന്നതായ നമ്മൾ പുതുവർഷത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞു പോകാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നാം ദൈവത്തിന് നന്ദി പറയുന്നത് പൂർണ്ണമായി തീരുകയുള്ളൂ. ദൈവത്തിന് നടത്തിപ്പ് എത്ര അതിശയമായിരുന്നു നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരുന്നത് എന്ന് നാം ഓർക്കുമ്പോൾ എണ്ണിയാൽ തീരാൻ വയ്യാത്തതായ, പറഞ്ഞാൽ മതി വരാത്തതായ അനേക സംഭവങ്ങൾ ഈ ഒരു വർഷം നമുക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്നു. മരണകരമായ അപകടങ്ങള്, മരണകരമായ രോഗങ്ങള്, നമുക്കും നമ്മുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും സഭയായി സമൂഹമായി ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ നാം കടന്നുപോയി. അവിടെയെല്ലാം ദൈവത്തിന്റെ സൂക്ഷിപ്പും കാവലും എത്രയോ അതിശയകരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ കരം നമ്മോട് കൂടി ഇരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് നടത്തിപ്പ് ഓരോ വർഷത്തിന്റെയും ആരംഭം മുതൽ അവസാനം വരെ നമ്മോട് കൂടെ ഉണ്ട് എന്ന് മുൻകൂട്ടി യഹോവയായ ദൈവം പറഞ്ഞിരിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നതായ സകല മനുഷ്യരും ആ ദൈവിക ശബ്ദത്തെ മനസ്സിലാക്കിക്കൊണ്ടോ, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുമ്പോഴാണ് ഒരു വർഷത്തിന്റെ അവസാനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം ഓരോരുത്തരും അങ്ങനെ ഒരു ചിന്ത എടുക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ ഈ ഒരു ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. ഭൂമിയിൽ അനേക ദൈവങ്ങളുണ്ട്.
ഒരുപാട് മാനുഷിക ദൈവങ്ങളും അതുപോലെയുള്ളതായ മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ അനേക ദൈവമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ദൈവങ്ങളൊക്കെ ഉണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ്, ഉടൻ തന്നെ കാര്യം സാധിപ്പിച്ചു തരുന്നവനാണ്. എങ്ങനെയൊക്കെ പ്രകീർത്തിക്കപ്പെട്ടതായ അനേക ദൈവങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. എന്നാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ വയ്യാത്ത അദൃശ്യനായിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നത്, ആ സ്വർഗീയ ശബ്ദത്തിലൂടെ പറയുന്നു, ഒരു വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളെ ഞാൻ നടത്തുന്നു, നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നതായ ദൈവമക്കൾക്ക് ഈ വചനമാണ് നമ്മുടെ നടത്തിപ്പും നമ്മുടെ ജീവിതത്തിന് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ദൈവമക്കളാണ്, ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഓരോ സന്ദർഭങ്ങളിലായി ദൈവഭാഗത്തേക്ക് കടന്നു വന്നവരാണ്. നമ്മുടെ ബാക്കിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ദൈവത്തെ കാണുന്നതിന് മുമ്പ്, ദൈവത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കുന്നതിന് മുമ്പ്, ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു ബ്ലാക്ക് ഹിസ്റ്ററി നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെന്താണ്? ഈ ലോകത്തിൽ ദൈവമില്ലാതെ ജീവിക്കുന്ന സമൂഹത്തിന് ഉൾക്കൊണ്ടുള്ളതായ ഒരു ജീവിതമായിരുന്നു. എന്നാൽ ദൈവത്തെ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം, ദൈവത്തിന്റെ മകനായി ജീവിക്കാമെന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷം, അന്ന് മുതൽ ദൈവം നമ്മുടെ പരിപാലകനായി നമ്മോട് കൂടെ നടക്കുകയാണ്. ഓരോ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ തീരുമാനമെടുക്കും, ഞാൻ ഇന്ന് മുതൽ ദൈവത്തെ കൂടുതൽ ആരാധിച്ചുകൊള്ളാം, കൂടുതൽ മുഖത്യപ്പെടുത്തിക്കൊള്ളാം. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ പലതാണ്. ഇതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ എണ്ണപ്പെട്ടിരിക്കുന്നു. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായ തന്റെ മക്കളെയാണ് ആ വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ കൂടെ ഇരിക്കുന്നു എന്ന് ഉറപ്പ് തന്നിരിക്കുന്നത്. ഈ പുതുവർഷത്തിൽ നമ്മൾ പുതുവർഷം സ്വീകരിക്കാൻ പോകുന്നു. 2024 തീരുവാൻ പോകുന്നു. 2025 നാം പ്രവേശിക്കപ്പെടുമ്പോൾ ഒരു പുതിയ തീരുമാനം നമ്മളിൽ വരേണ്ടത് ആവശ്യമാണ്. നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കും. ഓരോ വർഷത്തിലും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും. പലരും ആ തീരുമാനം എടുക്കുന്ന ആ ഒരു രാത്രി മാത്രം ആ തീരുമാനത്തിൽ നിലനിൽക്കുകയുള്ളൂ. പിറ്റേ ദിവസമാകുമ്പോഴേക്കും ആ തീരുമാനത്തിനെല്ലാം മാറുകയാണ്. മാനുഷികമായ സ്വഭാവത്തിൽ അതോ പലപ്പോഴും നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തോടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പല സാഹചര്യങ്ങളാണ്. പ്രധാനമായിട്ടും പൈശാചിക ചിന്തകൾ, പൈശാചികമായ പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ തീരുമാനത്തെ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു പുതിയ തീരുമാനം എടുക്കണം. അതെന്തായിരിക്കണം? ഇന്ന് വരെയും നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിൽ പിറന്നു വീണ അന്ന് മുതൽ നമ്മളെ ഇപ്പോഴുള്ള നിലവാരം വരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുതിയതായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം ഈ പുതുവർഷത്തിൽ ഒരു പുതിയ മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. ഇതുവരെ നാം മനുഷ്യനെ തന്നെ ജീവിച്ചു. എന്നാൽ അതിൽ നിൽക്കുകയും വളരെ വ്യത്യസ്തമായി ഞാനൊരു പുതിയ മനുഷ്യനായി തീരും എന്നുള്ള ഉറപ്പായ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് ആവശ്യമാണ്. ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ അത് അന്ത്യവരെയും നമ്മെ പരിപാലിക്കും, നമ്മെ കാവൽ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് പുതിയ മനുഷ്യനായിട്ട് നമ്മൾ തീരുന്നത്? പറയുവാൻ എളുപ്പമാണ്, ഞാൻ ഇന്ന് ഒരു പുതിയ മനുഷ്യനായി തീരും, ഉറപ്പ് ശരിയാണ്, പറയാൻ എളുപ്പമാണ്. പക്ഷേ അത് പ്രാവർത്തിലാക്കുവാനുള്ള കാര്യത്തിലാണ് നാം പ്രയാസപ്പെടുന്നത്. ഒരു പ്രയാസത്തിന്റെയും ആവശ്യമില്ല. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഞാൻ എടുക്കുന്ന തീരുമാനം എന്റെ പുറമേയുള്ളതായ സഹപാഠികൾ അറിയുവാനല്ല, മാതാപിതാക്കന്മാർ അറിയുവാനല്ല, കൂട്ടുകാരെ അറിയുവാനല്ല, അവരെ ബോധിപ്പിക്കുവാനല്ല. നമ്മളെടുക്കുന്ന തീരുമാനം നമ്മുടെ ഹൃദയവും ദൈവവുമായുള്ള ബന്ധത്തിൽ, ആ ബന്ധത്തിൽ ഉറച്ചു നിന്നുകൊടുക്കുന്ന തീരുമാനമാണ് ഞാനൊരു പുതിയ മനുഷ്യനായി തീരുമെന്നുള്ളത്. എങ്ങനെയാണ് പുതിയ മനുഷ്യനായി തീരുന്നത്? എന്ത് ചെയ്താലാണ് ഒരു പുതിയ മനുഷ്യനായി എനിക്ക് തീരുവാൻ സാധിക്കുന്നത്? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യ ലേഖനത്തില് 3-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നത്,
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു. എങ്ങനെയാണ് പുതിയ സൃഷ്ടിയായി നമുക്ക് തീരുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ക്രിസ്തുവിൽ ആകുവാൻ കഴിയുന്നത്? പുതിയ മനുഷ്യനായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തെല്ലാമാണ്? അത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി, നമ്മൾ തന്നെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. എന്തെല്ലാമാണ് ഒരു പുതിയ മനുഷ്യനായി തീരേണ്ടതെന്ന് ഞാൻ ചെയ്യേണ്ടതാ? പൗലോസ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു എന്നാണ് തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുവാൻ സാധിക്കും. Therefore, if any man is in Christ, the new creation has come, the old is gone, the new is here. പഴയതെല്ലാം കഴിഞ്ഞുപോയി, പുതിയതാ കടന്നു വരുന്നു. ദൈവത്തിന്റെ ആ സൃഷ്ടിപ്പ് തന്നെ നാം നോക്കുകയാണെങ്കിൽ, കർത്താവ് ഈ ലോകത്തേക്ക് വന്നത് തന്നെ സർവ്വ മനുഷ്യരെയും പുതിയതാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ക്രിയേഷൻ അതാണ്. നമുക്കറിയാം, യഹോവയായ ദൈവം ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ്, കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ഒരു തീരുമാനമെടുത്തു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കൂടി നിന്ന് ഒരു തീരുമാനമെടുത്തു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ അത് കാണുന്നുണ്ട്. എന്താണ്? നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കാം. നാം എന്ന് പറയുന്നത് ഏകവചനമല്ല, ബഹുവചനമാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക നാം അവിടെ ഉണ്ട്. സ്വർഗത്തിൽ തീരുമാനിക്കുകയാണ് മനുഷ്യനെ പുതുതാക്കുവാൻ, മനുഷ്യനെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുവാൻ, മനുഷ്യനെ ദൈവത്തിന്റെ മകനായി മകളായി തീരുവാൻ, നമ്മുടെ മനുഷ്യനെ ദൈവ സ്വഭാവങ്ങളാക്കി തീർക്കുവാൻ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് അവിടുത്തെ പറയുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പൊ മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ നമുക്ക് കാണുവാം. ദൈവത്തിന്റെ പ്രതിമയാണ് മനുഷ്യൻ. മറ്റൊരു ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന്റെ പ്രതിമയാണ് മനുഷ്യൻ. ദൈവത്തിന്റെ ആ സ്വഭാവവും ദൈവത്തിന്റെ ആ പ്രതിമയായി തീർക്കുന്ന മനുഷ്യനെ ദൈവം മനയുന്നതോ ദൈവത്തെ പോലെ തന്നെ ആയുള്ള ആ സ്വരൂപത്തിലാണ്. നമുക്കറിയാം, ഒരു മനുഷ്യനെ നമ്മൾ കണ്ടാൽ എത്ര ശ്രദ്ധിച്ച് നോക്കിയെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പോലെ പൂർണ്ണനായി തീരത്തില്ല. ഇരട്ട പ്രസവിച്ചതാണെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് ദൈവത്തിന്റെ സൃഷ്ടിപ്പ്. ഒരുപോലെ ആണ് എനിക്ക് തോന്നുമെങ്കിലും ഏതെങ്കിലും ഒരു വ്യത്യാസം മനുഷ്യൻ ദൈവം കൊടുത്തിരിക്കും. അപ്പൊ ദൈവം തന്റെ സൃഷ്ടി, ദൈവത്തിന്റെ ആ സ്വഭാവവും ദൈവത്തിന്റെ ആ മുഖഭാവവും ആ പ്രതിമയാണ് മനുഷ്യനെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം 26-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പ്രതിമ പ്രകാരമുള്ള പരിജ്ഞാനം നിറയപ്പെട്ടതായ ബുദ്ധിയും ജ്ഞാനവും കഴിവും കൊടുത്തതായ മനുഷ്യനെയാണ് ദൈവം നിർമ്മിച്ചത്. മനുഷ്യൻ പിന്നെ പല രീതിയിൽ അതിനുശേഷം പരിജ്ഞാനം കൂടി പിന്നെ ദൈവത്തിൽ നിന്ന് അകലുവാൻ തക്കവടയായി തീർന്നു. ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും ദൈവത്തിന്റെ പ്രതിമപ്രകാരം നിർമ്മിക്കപ്പെട്ടതായ മനുഷ്യൻ കുറെ കാലങ്ങളൊക്കെ ദൈവത്തോടു കൂടെ നടക്കുകയും ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുകയും ജീവിച്ചുവെങ്കിലും പിന്നെയും അവന്റെ ജീവിതം പുറകോട്ട് പോകുവാനിടയായി തീർന്നു. ഇന്ന് ടെക്നോളജികൾ വളർന്നു, പൊതുവിജ്ഞാനങ്ങൾ വളർന്നു, വിദ്യാഭ്യാസം ഒരുപാട് മനുഷ്യർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് അനുഭവത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങളെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ ജീവിതം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷത്തെ നമ്മൾ ജീവിതത്തെ നോക്കുകയാണെങ്കിൽ എത്ര നന്മകൾ നാം ചെയ്തു, എത്ര തിന്മകൾ ചെയ്തു എന്ന് നമുക്ക് പറയുവാൻ കഴിയും.
ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അവിടെ സീറോയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പോരാ, പുതുവർഷത്തിൽ തീരുമാനമെടുക്കേണ്ടതോ എനിക്കൊരു പുതിയ മനുഷ്യനായി തീരണം. മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു ഭാര്യ, അതുപോലെ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ എല്ലാത്തിലും ഒരു പുതുമയുള്ളവനായി, ഒരു പുതു സ്വഭാവമുള്ളവനായി, നല്ലൊരു മനുഷ്യനായി തീരുവാൻ ദൈവത്തോട് നാം തീരുമാനം ചെയ്യണം. അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഒരു പുതിയ മനുഷ്യനാകുക. ഒരു പുതിയ മനുഷ്യനായി തീരുമ്പോൾ ഭവനം നന്നാകുന്നു, സഭ നന്നാകുന്നു, സമൂഹം നന്നാകുന്നു, രാഷ്ട്രം നന്നാകുന്നു. പുതിയ മനുഷ്യനായി തീരാത്തത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നതായ അനേക സംഭവങ്ങൾ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസങ്ങൾ എന്തെല്ലാം വാർത്തകളാണ് നാം ശ്രവിക്കുന്നത്. മാധ്യമങ്ങൾ തുറന്നാൽ നമുക്ക് കാണുവാനോ കേൾക്കുവാനോ കഴിയാത്ത രീതിയിലുള്ളതായ സംഭവങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? ഒരു പുതിയ മനുഷ്യനാകുവാൻ താല്പര്യമില്ല. അതിന്റെ ഉടമയായി ദൈവത്തെ സ്നേഹിക്കുവാനോ അറിയുവാനോ ദൈവത്തിന്റെ മകനായിട്ട് മകളോ ജീവിക്കുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പിന്നെയും പുറകോട്ട് പോവുകയാണ്, ഇരുളിന്റെ അവസ്ഥയിലേക്ക് പോകുകയാണ്. അതുപോരാ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഒരു കാര്യം വിചാരിക്കേണ്ടത്, ഇനിയുള്ളതായ എന്റെ ജീവിതത്തിൽ എത്രയോ ആയുസ് എനിക്ക് ദൈവം തരുന്നോ, ആ ആയുസ് വരെയും ഒരു പുതിയ സൃഷ്ടിയായി, പുതിയ മനുഷ്യനായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തീരുമാനമാണ് നമുക്ക് എടുക്കുവാൻ സാധിക്കേണ്ടത്. 2 Corinthians 5:17 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നത് മാത്രമല്ല, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പിന്നെ പുതിയ മനുഷ്യനായി തീർന്നാൽ നാം മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിക്കുന്നു. പുതിയൊരു മനുഷ്യനായി തീർന്നാലുള്ള കാര്യം എന്താണ്? ഒന്നാമതായി നമ്മുടെ മരണം മാറിപ്പോകുന്നു. കാരണം മനുഷ്യൻ ജനിക്കുന്നത് മരണത്തിലാണ്, പാപത്തിലാണ്. ജന്മപാപവും കർമ്മപാപവുമാണ് മനുഷ്യനുള്ളത്. ജനിക്കുമ്പോൾ തന്നെ നാം ജന്മപാപത്തിലാണ്. ജന്മപാപം എന്താണ്? ആദാമിന്റെ പാപം. ആദാം ദൈവത്തോട് തീരുമാനത്തിൽ നിന്ന് തെറ്റി, അവൻ പാപിയായി തീർന്നു. ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ആ രക്തമാണ് ജനിക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത്, ജന്മനായുള്ള പാപം. ആ ജന്മനുള്ള പാപത്തിന് പരിഹാരം വരുവാനാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന തന്റെ മക്കൾക്ക് ദൈവം പുതിയ മനുഷ്യനായി തീർക്കുന്നു. ആദാമ്യ പാപത്തിൽ നിന്നും രക്ഷ നേടുകയാണ്. പിന്നീടുള്ളതായ പാപം എന്താണ്? കർമ്മപാപം. നാം ദൈവത്തെ അറിഞ്ഞിട്ട് പിന്നെയും പാപത്തിലേക്ക് പോകുന്നത്, പാപത്തിലേക്ക് വീണു പോകുന്നത്, പാപം ചെയ്യുന്നത്, നമ്മുടെ കർമ്മപാപം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഓരോ വലിപ്പം ചിലപ്പം അനുസരിച്ച് നാം വീണ്ടും പാപത്തിലേക്ക് പോകുന്നു. ആ പാപത്തിന് പരിഹാരം തരുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. ആ പാപത്തിന്റെ പരിഹാരത്തിനായി യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി രക്തം ഒഴുക്കി. നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് കാൽവറിയിൽ അറുക്കപ്പെട്ടു. എന്തിനു വേണ്ടി? നമ്മുടെ കർമ്മ പാപത്തിന് പരിഹാരം തരുവാൻ. ദൈവം നമുക്കറിയാമോ, ഏദൻ തോട്ടത്തിൽ ദൈവം ഒരു കുഞ്ഞാടിനെ അറുക്കപ്പെട്ടു. എന്തുകൊണ്ട്? ആദാം ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആദാമും ഹവ്വയും പാപം ചെയ്തു, ദൈവത്തെ നഷ്ടപ്പെട്ടു. ആ പാപത്തിന്റെ പരിഹാരത്തിനായി യഹോവയായ ദൈവം തന്നെ ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ തോലാണ് അവർ കൊടുത്തത്. ഒരു പാപ പരിഹാരം ഏദൻ തോട്ടത്തിൽ വെച്ച് നടത്തുവാനിടയായി തീർന്നു. ആ പാപപരിഹാരം എന്താണ്? അവരുടെ പാപത്തിന് പരിഹാരം ദൈവം കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കപ്പെടുന്നതായ ദൈവമക്കൾക്ക്, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും ദൈവസന്നിധിയിൽ ഒരു പുതുമുള്ളവനായി മാറുകയാണ്. നമുക്കൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം. ആംഗ്ലിക്കൻ സഭയിലുള്ളതായ ദൈവമക്കള്, വിശ്വാസികള് ഒരു പുതിയ മനുഷ്യനായി തീരണം. അത് കമ്മിറ്റിക്കാരാണേലും, കൈക്കാരന്മാരാണേലും, ഉപദേശിയാണേലും, അച്ഛനാണേലും, ബിഷപ്പാണേലും ഒരു പുതിയ മനുഷ്യനായി തീരുവാനുള്ളതായ ചിന്ത നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നെങ്കിൽ മാത്രമേ സഭയും സമൂഹവും കുടുംബവും വ്യക്തിയും നന്നാകത്തുള്ളൂ. അത് പുതിയ മനുഷ്യനായി തീരാത്തോടത്തോളം കാലം നിനക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ.
കുടുംബത്തിൽ പ്രശ്നം, സഭയിൽ പ്രശ്നം, മറ്റുള്ള എല്ലായിടത്തും ചെലി തേർന്നു നിൽക്കുകയും പലവിധமான പ്രതിസന്ധികൾ നിനക്ക് ഉണ്ടാകുകയാണ്. എന്തുകൊണ്ടോ? ഒരു പുതിയ മനുഷ്യനായി നിനക്ക് തീരുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ 2024 നമ്മെ വിട്ട് കടന്നു പോകുന്നു. പുതിയ വർഷമാണ് 2025 നാം പ്രവേശിക്കുമ്പോൾ നാം എടുക്കുന്ന തീരുമാനം, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഞാൻ നന്മകളും തിന്മകളും ചെയ്യുവാൻ ആഗ്രഹിച്ചു, തിന്മയിലേക്ക് ഞാൻ പോയി, നന്മയുടെ ചിന്ത എനിക്കുണ്ടായി, പക്ഷേ അതിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഇനിയുള്ള എന്റെ ജീവിതകാലം എത്ര നാള് എനിക്ക് ജീവിക്കുവാൻ നീ അനുവദിച്ചിരിക്കുന്നുവോ ആ സമയം വരെയും ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തീരുമാനമെടുത്താൽ നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതികൾ, നിന്റെ ജനറേഷൻ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. നിന്നിലൂടെ നിന്റെ സമൂഹം നന്നാകുവാൻ ഇടയായിത്തീരും. നിന്നിലൂടെ നിന്റെ സഭ നന്നാകുവാൻ ഇടയായിത്തീരും. നിന്നിലൂടെ നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ നിനക്കൊരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ സാധിക്കുമാകുന്നെങ്കിൽ, ദൈവമായ കർത്താവ് പൗലോസ് പറയുന്ന പോലെ, ഒരു പുതിയ മനുഷ്യനായി തീർന്നാൽ നാം മരണം വിട്ട് ജീവനിൽ പ്രവേശിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നത്, മരണം വിട്ട് ജീവനിലേക്ക് നീ പ്രവേശിക്കുക. എന്ത് ചെയ്താൽ? ഒരു പുതിയ മനുഷ്യനായി തീർന്നാൽ. ഒരു പുതിയ മനുഷ്യനായി തീരുന്ന എങ്ങനെയാണ്? ദൈവത്തിന് വചനം പറയുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിനെ നിന്നിലേക്ക് ആകർഷിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ പ്രവർത്തനം നമ്മളിലേക്ക് ഉണ്ടാകണം. മറ്റുള്ളവരെ സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും മറ്റുള്ളവരുടെ കണ്ണീർ തുളയ്ക്കുവാനും അവന്റെ പ്രതികൂലത്തെ നമ്മൾ അകറ്റിക്കളയുവാനും, ഞാൻ മുഖാന്തരം ഒരു വ്യക്തി വേദന അനുഭവിക്കരുത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ആരുമായിക്കൊള്ളട്ടെ, ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, ഞാൻ എന്റെ ജീവിതം മുഖാന്തരം, എന്റെ പ്രവർത്തനം മുഖാന്തരം ഒരു മനുഷ്യൻ ഭാരപ്പെടുവാനോ പ്രയാസപ്പെടുവാനോ ഇടയാകരുത് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ അനേകം നമ്മളെ സ്നേഹിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ കൃപകൾ ധാരാളമായി അനുഭവിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ എനിക്കൊരു പുതിയ സൃഷ്ടിയായി തീരുവാൻ കഴിയും. പുതിയ സൃഷ്ടിയായി തീർന്നാൽ എന്താണ് കർത്താവ് പറയുന്നത്? നീ മരണത്തിൽ നിന്നും ജീവനിലേക്ക് നീ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. പാപമരണത്തിൽ നിന്നും ദൈവത്തിലേക്കുള്ള നിത്യജീവനിലേക്ക് നീക്ക് പ്രവേശിക്കാനുള്ള അവകാശവും അതിനുള്ളതായ ഒരു അനുവാദവുമാണ് ഇതിലൂടെ ദൈവം നിനക്ക് തരുന്നത്. പുതിയ ജീവനിലേക്ക് നീ പ്രവേശിപ്പാൻ ഇടയായിത്തീരും. മരണം വിട്ട് ജീവനിൽ പ്രവേശിപ്പിക്കുക, അതാണ് നമ്മുടെ പുതിയ ജീവിതത്തിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. എന്ത് ചെയ്താലും ഒരു റിസൾട്ട് നമുക്ക് ആവശ്യമാണല്ലോ. പുതിയ മനുഷ്യനായി തീർന്നാൽ നിനക്ക് ദൈവം തരുന്ന റിസൾട്ട് എന്താണോ? നിന്റെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് നീ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു തെളിവ്, ഒരു ആഹ്വാനം, ഒരു ഉറപ്പ് നമുക്കവിടെ തരികയാണ്. കേൾക്കുന്നത് ദൈവമക്കളെ, ഒരു പുതുവർഷത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ ഞാൻ പോവുകയാണ്. നമ്മുടെ പഴയ കാലത്തെ യാത്ര പറഞ്ഞ് വിട്ടു കളയുക. ഒരു പുതിയ മനുഷ്യനിലേക്ക് നമ്മളായി തീരണം. ഏത് മനുഷ്യനാണേലും ഏത് വ്യക്തിയാണേലും ഒരു പുതിയ മനുഷ്യനെ ധരിച്ചാൽ നിന്റെ മരണം മാറിപ്പോയി. ഈ ലോക ജീവിതത്തിലുള്ള, ഈ ലോകത്തിന്റെ ജീവിതത്തിൽ 10, 60, 70, 80, 100 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് നീ പിന്നെയും ആ മരണത്തിന് അടിയപ്പെടുകയാണെങ്കിൽ ആ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ആർക്കും ഒരു പ്രയോജനമില്ല. എന്നാൽ ഈ ഒരു പുതിയ മനുഷ്യനായി തീർന്നാൽ നിന്റെ മരണം നിന്നെ വിട്ടു മാറുകയാണ്. നമ്മുടെ ഭൗതിക ശരീരത്തിന് ഒരു അയവ് ദൈവം കൊടുത്തിട്ട്, ഒരു സമയം കൊടുത്തിട്ട് പുതിയൊരു ജീവനിലേക്ക് നാം പ്രവേശിക്കുന്നു. പുതിയ മനുഷ്യനായി തീർന്നില്ല എങ്കിൽ ആ മരണം മുഖാന്തരം നമ്മുടെ ജീവൻ തീരുകയാണ്. ഒരു പുതിയൊരു വിശ്വാസമോ പ്രത്യാശയോ ഒരു ജീവിതമോ നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ പുതിയ മനുഷ്യനായി തീരുവാൻ തീരുമാനിക്കുക. ഈ 2024 അവസാന പീരീഡില് 25 പ്രവേശിക്കപ്പെടുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി നമ്മുടെ ഭദ്രാസനത്തിലും മഹാജനങ്ങളും ജനങ്ങളോ എല്ലാവരുമായി തീരണം. പുതിയ സമൂഹത്തെ കെട്ടിപ്പിടിക്കുവാൻ, പുതിയ ജനറേഷനെ നമുക്ക് കെട്ടിപ്പടുവാൻ, പുതിയ പുതിയ കാര്യങ്ങളെ കണ്ടെത്തുവാൻ, നമുക്ക് വളരുവാൻ ദൈവം ഒരു അവസരം ഈ ഒരു വർഷം കൂടെ തരികയാണ്. തീരുമാനിക്കുക. ദൈവമായ കർത്താവില് ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് ദൈവത്തിന്റെ മകനായി മകളായി ജീവിച്ച് അനേകം നമ്മളെ പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. 2025 ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്ന തീരുമാനമായിരിക്കണം നിനക്കുണ്ടാകണം. നമുക്ക് തലവണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ,
ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. നൽകപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, പുതുവർഷത്തിന്റെ ആ ചിന്തകള് ഞങ്ങൾ ജീവിതത്തിലേക്ക് ഉണർവിലേക്ക് കടന്നു വരുവാൻ സഹായിക്കണമേ. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നതായ എല്ലാ അങ്ങയുടെ മക്കളെയും അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. പുതിയ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ ശക്തീകരിക്കണമേ. പൈശാസ്യമായ ചിന്തകളും പൈശാസ്യമായ സ്വഭാവ രീതികളൊക്കെയും മാറ്റി ഒരു പുതിയ സൃഷ്ടിയാക്കി അവിടുത്തെ മക്കളെ തീർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, ഞങ്ങൾക്കുള്ള ഏക ആശ്രയം അങ്ങ് മാത്രമാണ്. അങ്ങയുടെ സ്ഥലത്തിലേക്ക് ഞങ്ങളെ കണ്ണുകളെ ഉയർത്തുകയാണ്. ഞങ്ങളുടെ ജനത്തെയും സഭയും സമൂഹത്തെയും ഭദ്രാസത്തെ മൊത്തമായി അവിടുന്ന് കാത്തു സൂക്ഷിക്കണം. ഞങ്ങളിലോ പുതിയ പുതിയ ഉണർവുണ്ടാകുവാൻ, പുതിയ പുതിയ ശക്തികൾ ഉണ്ടാകുവാൻ, ആത്മീയ കൃപകളെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവെ അവിടുത്തെ മക്കളെ ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലരും ഈ ഒരു വർഷം കഷ്ടത്തിലും പ്രയാസത്തിലും രോഗത്തിലും ദുരിതങ്ങളിൽ ഭാരപ്പെട്ടോ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ പുതിയ ശക്തി പ്രാപിക്കപ്പെട്ടവരായി, പുതിയ ശരീരം പ്രാപിക്കപ്പെട്ടവരായി, രോഗമില്ലാത്ത അവസ്ഥ പ്രാപിക്കപ്പെട്ടവരായി അനുഗ്രഹത്തിന്റെ വഴികളെ എല്ലാവർക്കും തുറന്നോ ദൈവം നന്മയിലേക്ക് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രിയപ്പെട്ട എല്ലാവർക്കും പുതുവർഷത്തിന്റെയും ആശംസകൾ ഈ സമയം സമർപ്പിക്കുന്നു. പരിശുദ്ധനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.